ഇസ്താംബുൾ എയർപോർട്ട് വളരെ വലുതും തിരക്കേറിയതുമാണ്. എയർപോർട്ടിന്റെ പ്രധാന ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന്റെ വിശാലത നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഉയർന്ന സീലിംഗുകളും ധാരാളം കടകളും ഭക്ഷണശാലകളും യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് നടക്കുന്നതും കാണാം. അനൗൺസ്മെന്റുകൾ പല ഭാഷകളിൽ കേൾക്കാം. എയർപോർട്ടിന്റെ ആധുനിക വാസ്തുവിദ്യ ശ്രദ്ധേയമാണ്. വലിയ ഗ്ലാസ് ജനലുകളിലൂടെ വെളിച്ചം അകത്തേക്ക് പതിക്കുന്നു. എങ്ങും വിവരങ്ങൾ നൽകുന്ന ഡിജിറ്റൽ സ്ക്രീനുകൾ കാണാം. സുരക്ഷാ പരിശോധന കൗണ്ടറുകൾ, ബോർഡിംഗ് ഗേറ്റുകളിലേക്കുള്ള വഴികൾ, ലഗേജ് ക്ലെയിം ഏരിയ എന്നിവിടങ്ങളിൽ എപ്പോഴും തിരക്ക് അനുഭവപ്പെടാം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അവിടെ കാണാം. അവരുടെ വസ്ത്രധാരണത്തിലും സംസാരത്തിലും വ്യത്യസ്തതകൾ ഉണ്ടാകാം. ഇസ്താംബുൾ എയർപോർട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. 2024 സ്കൈട്രാക്സ് അവാർഡിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ഡൈനിംഗ് എക്സ്പീരിയൻസായി ഇസ്താംബുൾ എയർപോർട്ടിനെ തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഭക്ഷണത്തിന്റെ വൈവിധ്യവും ഗുണമേന്മയും ഇവിടെ മികച്ചതാണ്. എങ്കിലും ചിലർ വില കൂടുതലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടിലെ മിക്ക ഭക്ഷണശാലകളും അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നു. തുർക്കിഷ് വിഭവങ്ങൾ കൂടാതെ മറ്റ് ലോകരാജ്യങ്ങളിലെ ഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകൾ, കഫേകൾ, ബേക്കറികൾ, അതുപോലെ ഇരുന്നു കഴിക്കാൻ സാധിക്കുന്ന റെസ്റ്റോറന്റുകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്ഷണശാലകൾ ഇവിടെയുണ്ട്. ചില പ്രധാനപ്പെട്ട ഭക്ഷണശാലകൾ ഇവയാണ്. തദിന്ത അനഡോലു, തനതായ തുർക്കിഷ് വിഭവങ്ങൾ ഇവിടെ ലഭിക്കും. സിമിത് സറായി, തുർക്കിയുടെ പരമ്പരാഗത ബ്രെഡായ സിമിത് ഇവിടെ പ്രധാനമായും ലഭിക്കുന്നു. ലഘുഭക്ഷണത്തിനും പ്രഭാത ഭക്ഷണത്തിനും ഇത് നല്ലതാണ്. ബർഗർ കിങ്, മക്ഡൊണാൾഡ്സ്, സ്ബാറോ, പോപ്പൈസ്, സാധാരണയായി കാണുന്ന ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകൾ ഇവിടെയുമുണ്ട്. സ്റ്റാർബക്സ്, ഗ്ലോറിയ ജീൻസ് കോഫീസ്, കാപ്പി പ്രേമികൾക്കായി ഇവയുമുണ്ട്. കൂടാതെ വിവിധ തരത്തിലുള്ള കഫേകൾ, ബേക്കറികൾ, ഐസ്ക്രീം കടകൾ എന്നിവയുമുണ്ട്. പൊതുവെ ഇസ്താംബുൾ എയർപോർട്ടിലെ ഭക്ഷണങ്ങൾ രുചികരവും വൈവിധ്യപൂർണവുമാണ്. ഇസ്താംബുൾ എയർപോർട്ടിലെ കരകൗശല വസ്തുക്കൾ അതിമനോഹരമായിരിക്കും. തുർക്കിയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒട്ടനവധി വസ്തുക്കൾ അവിടെ ഉണ്ടാകും. വിമാനത്താവളങ്ങളിലെ വലിയ LED പരസ്യങ്ങൾ കാണാൻ നല്ല രസമാണ്. അവയുടെ വലിയ വലിപ്പവും ആകർഷകമായ ദൃശ്യങ്ങളും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. യാത്രക്കാർക്ക് കാത്തിരിപ്പ് സമയം അത്ര വിരസമാകാതിരിക്കാൻ ഇതൊരു നല്ല കാര്യമാണ്. ഇസ്താംബുൾ എയർപോർട്ടിൽ നിങ്ങൾക്ക് 2 സ്വാറോവ്സ്കി സ്റ്റോറുകൾ കണ്ടെത്താനാകും. ഈ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് സ്വാറോവ്സ്കിയുടെ ആഭരണങ്ങൾ, വാച്ചുകൾ, ആക്സസറികൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ വലിയ ശേഖരം കണ്ടെത്താനാകും. പുതിയ ഡിസൈനുകളും അതുപോലെ ഗിഫ്റ്റ് ഓപ്ഷനുകളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉൽപ്പന്നം തിരയണമെങ്കിൽ സ്റ്റോറിലെ ജീവനക്കാർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഇസ്താംബുൾ എയർപോർട്ടിൽ പല പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളും 50% വരെ ഓഫറുകൾ നൽകി സാധനങ്ങൾ വിൽക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും മറ്റ് കടകളിലുമാണ് ഇത്തരത്തിലുള്ള ഓഫറുകൾ സാധാരണയായി കാണാൻ സാധിക്കുന്നത്.
ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ പലതരം ഉൽപ്പന്നങ്ങൾ നിരത്തിവച്ചിരിക്കുന്നു. ഇസ്താംബുൾ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ അവിടെ പല വ്യത്യസ്ത നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള പാത്രങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാരാളം നല്ല കീ ചെയിനുകൾ ലഭ്യമാണ്. നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നിരവധി വ്യത്യസ്ത ശൈലികളും മെറ്റീരിയലുകളും ഡിസൈനുകളും ലഭ്യമാണ്. തുർക്കിഷ് കാപ്പി മണലിൽ വെച്ച് ഉണ്ടാക്കുന്നതിന് ഒരുപാട് ചരിത്രമുണ്ട്. തുർക്കിഷ് കാപ്പിയുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ യമനിലാണ്. 16-ാം നൂറ്റാണ്ടിൽ യമനിലെ ഓട്ടോമൻ ഗവർണറായ ഓസ്ദെമിർ പാഷയാണ് ഈ പാനീയം ഇസ്താംബൂളിലേക്ക് കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ ഇത് കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു പാനീയമായി മാറി. മണലിൽ കാപ്പിയുണ്ടാക്കുന്ന രീതി എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ലെങ്കിലും ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പല സംസ്കാരങ്ങളിലും ഇത് ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. തുടക്കത്തിൽ തീയുടെ ചൂട് ഒരുപോലെ ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മണൽ ഒരു സ്ഥിരമായ താപനില നിലനിർത്താൻ സഹായിച്ചു. ഇത് കാപ്പി പതുക്കെയും ഒരുപോലെയും ചൂടാകാൻ സഹായിക്കുകയും കൂടുതൽ രുചിയും മണവും ലഭിക്കാൻ കാരണമാകുകയും ചെയ്തു. കൊട്ടാരങ്ങളിലും സമ്പന്നരുടെ വീടുകളിലുമായിരുന്നു ഈ രീതി പ്രധാനമായും പ്രചാരത്തിലുണ്ടായിരുന്നത്. തുർക്കിഷ് കാപ്പിയുടെ സാമൂഹിക പ്രാധാന്യം. കാലക്രമേണ തുർക്കിഷ് കാപ്പി തുർക്കിയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി. 1554-ൽ ഇസ്താംബൂളിൽ ആദ്യത്തെ കോഫി ഹൌസ് കഹ്വെഹാനെ തുറന്നു. ഇത് ആളുകൾ ഒത്തുചേരുന്നതിനും സംസാരിക്കുന്നതിനും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനുമുള്ള ഒരു സ്ഥലമായി വളർന്നു. വിവാഹ ചടങ്ങുകൾ പോലുള്ള പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മകളിൽ തുർക്കിഷ് കാപ്പിക്ക് പ്രധാന സ്ഥാനമുണ്ട്. വധുവിനെ കാണാൻ വരുന്നവർക്ക് കാപ്പി നൽകുന്നത് ഒരു ആചാരമായി കണക്കാക്കുന്നു. കാപ്പി കുടിച്ചതിനു ശേഷം കപ്പിൽ അവശേഷിക്കുന്ന കാപ്പിപ്പൊടിയിൽ നിന്ന് ഭാവി പ്രവചിക്കുന്ന ഒരു രീതിയും തുർക്കിയിൽ പ്രചാരത്തിലുണ്ട്. ഇത് ഒരു വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ്. ഈ രീതിക്ക് അതിൻ്റെതായ ഒരു തനത് രുചിയും അനുഭവവും നൽകാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ തുർക്കിഷ് കാപ്പി യമനിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിലും തുർക്കിയുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും അതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. മണലിൽ കാപ്പിയുണ്ടാക്കുന്ന രീതി ഒരു പുരാതന പാരമ്പര്യമാണ്. അത് തലമുറകളായി കൈമാറി വരുന്നു. വിമാനത്തിന്റെ കാഴ്ചപ്പാടിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ താഴെ വിശാലമായ എയർപോർട്ട് കാണാം. നിരവധി റൺവേകളും ടാക്സിവേകളും വിവിധ ടെർമിനലുകളും വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും ദൃശ്യമാകും. എയർ ട്രാഫിക് കൺട്രോൾ ടവറുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. വിമാനം ഗേറ്റിലേക്കടുക്കുമ്പോൾ മറ്റ് വിമാനങ്ങൾ വന്നും പോയും ഇരിക്കുന്നത് കാണാം. എയർപോർട്ട് ജീവനക്കാർ വാഹനങ്ങളുമായി വിമാനത്തിന് ചുറ്റും പ്രവർത്തിക്കുന്നത് കാണാം. ചുരുക്കത്തിൽ ഇസ്താംബുൾ എയർപോർട്ട് ഒരു വലിയതും ആധുനികവും എപ്പോഴും തിരക്കേറിയതുമായ ഒരു അന്താരാഷ്ട്ര ഹബ്ബാണ്. വിവിധ സംസ്കാരങ്ങളുടെയും യാത്രക്കാരുടെയും ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഇത്.